വലിയ അടവുകളൊന്നും ഇറക്കണ്ട. ഈ ടെമ്പിളിൽ വരാനാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ ആദ്യമേ പറഞ്ഞത്. ഇവിടെ എന്തോ ബീസ്റ്റ് ഉണ്ട്. ഈ സാധനം അതിന്റെ സൈസ് നോക്കി. ഒരു അടി കൊണ്ടപ്പോൾ ലൈഫ് പറഞ്ഞോണ്ടാ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് മിത്ത് വുക്കോങ്. നമ്മൾ വുക്കോങ് കളിച്ചിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. ഇത് നല്ല ഹെവി ഗെയിം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യണമല്ലോ. ലാസ്റ്റ് മറ്റേ താനോസിന്റെ തലകളവനെ ഇവിടെ തീ നോക്കി. നൈസ് എന്ന് വെച്ചാൽ നൈസ്, പക്ക ഒറിജിനാലിറ്റി. അവർ ആംബിയൻസ് ഫീലൊക്കെ പൊളിച്ച് ഐ ലൈക്ക് ഇറ്റ്. ഇവിടെ വേറൊരു ഗെയിമിലും ഇല്ല കേട്ടോ ഇത്രയും ഒരു ഒറിജിനാലിറ്റി ഫീല്. നൈസ് സംഭവം എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ അങ്ങനെ കാണാനേ പറ്റും. അവർ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. ആ സ്റ്റോറി തന്നെ ഫോളോ ചെയ്ത് പറ്റും. എക്സ്പ്ലോർ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലാണ്. അല്ലെങ്കിൽ വേറെ ലെവലാണ്. നൈസ്. കുറേ ബോസുകളുണ്ട്. സമയങ്ങളത് നമുക്ക് ബോസിനെ കൊല്ലാനായിട്ട് പോവാം. അതാ ഈ ചോട്ടാളെയൊക്കെ പുഷ്പം എടുക്കാനോ ഈ ചോട്ടാളെന്ന് അടിക്കാൻ നമുക്ക് വലിയ പ്രശ്നമുള്ള കേസല്ല. ഈസി പീസി. വലിയ അടവുകളൊന്നും ഇറക്കണ്ട. പെർഫെക്റ്റ് ഡോഡ്ജൊക്കെ പിള്ളേരെ അടിക്കാൻ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ പോട്ടെന്ന് വെച്ചിട്ട് തീടുന്നവൻ അവിടെ ഉണ്ട് കേട്ടോ. എന്താ സാധനം ഇല്ലടാ. അടി കൊള്ളുമ്പോൾ ബാക്കിലോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ HP അത്യാവശ്യം കൊടുക്കാം കേട്ടോ. ഇങ്ങോട്ടോടാ. ആണുങ്ങളെ പോലെ മുന്നിൽ വന്ന് അടി കൂടാതെ അതെ ബാക്കിൽ നിന്ന് വെറുതെ ഇതാക്കാതെ. അതിട്ടില്ലേ നമ്മുടെ സ്ട്രെങ്ത് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മളെ തട്ടുമ്പോൾ തന്നെ കല്ലൊക്കെ പൊട്ടി പോണത്. അതിനേക്കാൾ സ്ട്രോങ് ആണ് നമ്മുടെ ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മങ്കി കിങ് ആവാൻ പോവല്ലേ. ഗന്യൻ ടെമ്പിൾ. ഈ ടെമ്പിളിൽ വരാനാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ ആദ്യമേ പറഞ്ഞത്. ഇവിടെ എന്തോ ബീസ്റ്റ് ഉണ്ട്. ഒച്ച ഉണ്ടാക്കരുത്. ഈ ബീസ്റ്റിനെ കൊല്ലണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഇവിടം വരെ വന്നത്. ആ വരുന്ന വഴിക്കാണ് മറ്റേ ഗോൺസി എന്ന് പറഞ്ഞ തീ മനുഷ്യൻ്റെയും താനോസിന്റെ തലയുള്ളവനായിട്ടൊക്കെ അടികൂടിയത്. ഇവിടെ ആ സൗണ്ട് കേട്ടോ. ഇതിനകത്തൊരു വിഷയം ബീസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞിട്ട് മറ്റോ പോയത്. റണ്ണവേ വൈലിക്കാനെന്ന്. ലൈഫൊക്കെ ഫുള്ളാകട്ടെ. എന്ത് ബീസ്റ്റ് ഇങ്ങോട്ട് വരാൻ പറയും. ഇപ്പോൾ തകർക്കാം. ഞാൻ ബൈ ദ ബൈ ഇവിടുന്ന് കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാംസ് ഒക്കെ കിട്ടി. ഓടുമ്പോൾ ലൈറ്റ് എത്തുന്നുണ്ടാ. എന്താ ഉപയോഗം എന്നറിയില്ല. ഇവിടെയാണ് ബീസ്റ്റ് ഉണ്ടെന്ന്. അവിടെ പോയി ആരെ കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, സാധനം നോക്ക്. ലിങ്സൂസി എല്ലാം ചൈനീസ് പേരും കണ്ട. ഈ സാധനം അതിന്റെ സൈസ് നോക്കി. എൻ്റെ പൊന്നെ നൈസ്. ഒരു അടി കൊണ്ടപ്പോൾ ലൈഫ് പറഞ്ഞോണ്ടാ. ഇവിടെ തലക്കടിക്കണ്ടായിരുന്നു. കൈ പോയി. ഈ മനസ്സിലാക്കി പൊട്ടിക്കാൻ സാധനം വിഷയ സാധനം കേട്ടോ. അടിപൊളി. എനിക്കിഷ്ടമായി. ഇങ്ങോട്ട് വേടാ ഓടാതെ. എൻ്റെ തീ മൊത്തം വേസ്റ്റ് ആകുമല്ലോ. കൊടു. HP അത്യാവശ്യം കുറയുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരുടെയും പണി കിട്ടിയാണ്. എൻ്റെ പൊന്നു എന്ന സാധനം അത് കിടന്നൊക്കെയാണ് അള്ളുന്നത്. അടി കിട്ടി. HP പകുതിയായി. കൈയൊക്കെ നക്കുന്നുണ്ട്. നക്കി മാറിയില്ല അങ്ങോട്ട്. നമ്മളിൽ ഹീൽ ചെയ്യട്ടെ. മാറിയോ. കറക്റ്റ് ഡോഡ്ജ് ചെയ്താൽ കിട്ടും. കാരണം ഇപ്പം തന്നെ ലൈഫ് നമ്മളൊരു 30% അടിച്ച് കളഞ്ഞിട്ടുണ്ട്. സ്റ്റാമിന കളയണ്ട. ഒരു ടൈമൊക്കെ എടുക്കണം. ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടാം. ഏതാ മോനെ ഡോഡ്ജ്. കൊടു. അട്ടി. ഓടല്ലേ അവിടെ നിൽക്ക്. കൊല്ലാനല്ലേ വിളിക്കുന്നത്. ഇവിടെ ഒരു അടിക്ക് നമ്മുടെ ലൈഫ് പകുതിയോളോട്ടാണ് പോണത്. ഡോഡ്ജ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അടി മിസ്സാവുകയും ചെയ്തു. ഇത് നല്ല ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നട റെഡി ആയിക്കോ. അയ്യോ പെർഫെക്റ്റ് ഡോഡ്ജ്. എൻ്റെ മെയിൻ കോംബോ അറ്റാക്കൊക്കെ മിസ്സാവും. അതൊന്നും കറക്റ്റ് അങ്ങോട്ട് കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡോഡ്ജ് ചെയ്യാൻ പുലിയ ആയതുകൊണ്ട് പറയാം. അതൊക്കെ കണ്ട കടിക്കാൻ വരുന്ന ഇങ്ങനെ സ്ലോ മോഷൻ നമ്മൾ പറയാം. നൈസ്. ഐ ലൈക്ക് ഇറ്റ്. റിയലി ലൈക്ക് ഇറ്റ്. എൻ്റെ ഇന്നിപ്പോൾ ചാടും. ഒക്കെ എനിക്കറിഞ്ഞു ഏതാ എൻ്റെ ഡോഡ്ജ്. കറക്റ്റ് പെർഫെക്റ്റ് ഡോഡ്ജ്. ഇല്ലടോ ഇത് കിട്ടും. ഫസ്റ്റ് ട്രൈയിലാണ് ഇത്രയും വലിയ ബീസിനെ എടുക്കുന്നത്. ഞാനൊരു പ്രോ പ്ലെയർ തന്നെ. ഇവിടെ വലിയ ശരീരം ഉണ്ടായപ്പോൾ അതിനകത്ത് കുറച്ച് ബുദ്ധി വേണം. അടിവല്ല കൊണ്ടിരുന്നെങ്കിൽ തീർന്നേനെ അപ്പോഴേ. ഇതാ തീർന്നിരിക്കുന്നു. ബൈ നടിച്ചോ. ഇല്ല ഒരടിയും കൂടി. ഇല്ലടോ ഒരു കടിയുണ്ട്. ഒന്നും കൂടി അടിച്ചാൽ മതി. കഴിഞ്ഞ്. യെസ് ഡിഫീറ്റഡ് യോങ്കോയ് കിങ് ലിങ്സൂസി.
അയ്യോ ഫൈനലി ആ ബീസിനെ ഫസ്റ്റ് ട്രയലായിട്ട് എടുത്ത ഫസ്റ്റ് ട്രയല് എന്തോ മൈൻഡ് കുറന്ന് പറഞ്ഞ മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട്. മാസ്ക്, ഒരു മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓരോരുത്തരെ കൊല്ലുമ്പോൾ അതിനുള്ള റിവാർഡ് ഉണ്ടല്ലോ അതിനനുസരിച്ച്. ഇവനെ കൊന്ന സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാനാ പറയുന്നത്. പോർട്രേറ്റ്സ് അപ്ഡേറ്റഡ്. ഇവിടെ ഞാൻ എന്ത് റൗണ്ട് അടിക്കാനാ, എന്തോ ഉള്ളത് അതിനിവിടെ. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ആകെ ആ ഫ്രണ്ടിൽ കിടന്ന ബിൽഡിങ്ങിലൂടെ പോകാൻ പറ്റും. പിന്നെ എന്താ റൗണ്ട് അടിക്കാനാ, ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു. കമോൺ നെക്സ്റ്റ്, അടുത്ത ബീസിനെ കൊല്ലാൻ പോവാം. ബാ, ആ ലൈറ്റ് എത്തുന്ന ഇതൊക്കെ നമുക്കിപ്പോൾ കിട്ടിയതാണ്. ഈ ഓടുമ്പോൾ, സ്പീഡിന് ഓടുമ്പോൾ ലൈറ്റ് എത്തും. സ്റ്റാമിന് തീരുമ്പോൾ ഇതിങ്ങനെ താനെ കറക്കി അടിക്കും. നമ്മൾ റിലീസ് ചെയ്യുമ്പോഴും അടിക്കും. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു സ്ഥലങ്ങളൊക്കെ നോക്കി അടിപൊളി. അവിടെ ആരും ചൂണ്ടിട്ടുണ്ടിരിപ്പുണ്ട്. അവിടെ ഉറക്കന്മാർ തന്നെ. ഇല്ല, ഡിഫിക്കൽട്ടി കൂടി വരുന്നുണ്ട്. സാധാരണ നമ്മളൊരു ഒറ്റ അടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ ചാവുന്നതാണ്. ഇതിപ്പോൾ ഹോൾഡ് ചെയ്ത് അടിച്ചിട്ട് ചാവുന്നില്ല. അപ്പോൾ ഇതൊരു ചത്താ ഇല്ലടാ, ഹോൾഡ് ചെയ്ത് അടിച്ചിട്ട് ചാവുന്നില്ല. അവന്മാരൊക്കെ HP കൂടി വരുന്നു. അത് ബ്യൂട്ടിഫുൾ എന്താ വെച്ചാൽ, നമ്മൾ കൊല്ലുമ്പോൾ അവന്മാരെ ഒരു പച്ച കളർ സാധനം നമ്മുടെ ദേഹത്ത് കയറും. കണ്ട അവന്മാരെ സൗളോ എന്തോ ആണത്, സ്പിരിച്വൽ ആയിട്ടുള്ളത്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. നല്ലൊരു രസമുണ്ട് അത് കാണാൻ. മുന്നോട്ട് നോക്കട്ടെ, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുന്നില്ല, ഒരുമിച്ച് നിൽക്കുകയും എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പൊട്ടത്തിലും കാണിച്ചിങ്ങനെ മാറി ഇന്നാലോ ഓരോരോ സ്ഥലത്തായിട്ട്. ഇതൊരു വെറൈറ്റി മനുഷ്യനാണ്. ഇവനെ നേരത്തെ നമ്മൾ അടിച്ചത് സ്കില്ലുണ്ട്. ഇല്ല കഴിഞ്ഞാ ഇല്ലട, സ്കില്ലുണ്ട്. ഡോഡ്ജിനായിരുന്നൊന്നും പറയണ്ട, നമ്മൾ പിടി നോക്കട്ടെ. ഇവൻ ഇതിന് കാവലിരുന്നവനാട്ടോ. ഇവൻ ഇച്ചിരി കൂടെ ശക്തിയുള്ളവനായിരുന്നു. വെറൈറ്റി രീതിക്കുള്ള കോമ്പാറ്റൊക്കെ ഉണ്ട്. ആ ഫ്രെയിം നോക്കിയ ലൈക്ക് ഇറ്റ്, ഒരുപാട് ഇഷ്ടമായി. ഇനി പോവേണ്ട സ്ഥലം ഇതൊന്നും എടുത്തോട്ടെ. കിട്ടുന്നേക്കാൾ എടുത്ത് വെക്കാം. വല്ല ആർമറൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ആയാലോ. ജെൻറ്റിലിനെ പോട്ടെ, ലെറ്റ്സ് ഗോ. ഇത് വേണോ വന്നത്? അല്ലല്ല, ഇത് വേറെ വഴിയാണ്. കുളത്തിലുണ്ടോ സൗണ്ട്? അല്ലല്ല, ഈ ഐശ്വരി ഇതിൻ്റെ സൗണ്ടാണ് കേട്ടോ. കുളത്തിൽ നിന്ന് ഇല്ലടോ, ചെറിയ സാധനം അടിച്ച് കൊല്ലുമ്പോൾ എനിക്ക് വിഷമാവുന്നു. എന്തിനാ മക്കൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? അവിടെ എവിടെയെല്ലാം നിന്നൂടെ? വിചാരിച്ച കണക്കല്ല, വേറെന്തോ സോൾ ഇരിപ്പുണ്ട് ഇവിടെ. അവന്മാരെ കൊല്ലുമ്പോൾ അവന്മാർ അവിടെ നിന്നിട്ടൊന്ന് എക്സ്പ്ലോഡ് ആവും. ആ സമയത്ത് നമ്മുടെ ലൈഫ് കുറയും. ഓക്കെ, അപ്പോൾ ഫൈറ്റിനിടയിലൊക്കെ അവന്മാർ വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞാൽ അതിനിടയിൽ കൂടെ വെറുതെ HP പോകും. ഇവിടെ ആരുണ്ട്? എന്തോ സൗണ്ട് ചെയ്യാൻ കേട്ടു. മാപ്പ് കറക്റ്റ് ഒന്നല്ലേ? നീല കളർ വെളിച്ചം കാണിക്കുന്നതാണല്ലോ. സെൻറ്ററിൽ ഒരു ആവശ്യമില്ലാതെ തൂണൊക്കെ. ഇവിടേക്ക് എന്തോ പണ്ട് ഉണ്ടാക്കി വെച്ചത്, അത് തകർന്നതിൻ്റെ തൂണ. വഴി തെറ്റിയോ? ഇല്ലില്ല, ഇത് അയ്യോടാ, ഈ വഴിയാണ് നമ്മൾ നേരത്തെ വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് നിന്നത്. ഓക്കെ, ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. സോറി, നമുക്ക് അങ്ങനെ വഴി തെറ്റാറില്ല. പിന്നെ വഴിയല്ലേ, ആർക്കുവാണെങ്കിലും തെറ്റാലോ. അടുത്ത ബോസ് എവിടെയാണ്? ഒരുപാട് ദൂരം പോണതിന് മുന്നേ തന്നെ അവന്മാർ അടുത്ത ബോസിനെ തരുന്നതാണ് നോർമൽ. വഴി ഇപ്പോൾ കറക്റ്റാണ്. ആ ബ്ലൂ ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിന് പറയാൻ മതി, അതാണ് ആക്ച്വൽ വഴി. എവിടെ റെസ്റ്റിംഗ് ആണെന്നുണ്ട്. അപ്പോൾ അടുത്ത ബോസ് തന്നെ അടുത്തുണ്ട്. ഇങ്ങോട്ട് വേടാ. ഇത് ബോസ് അല്ല കേട്ടാ. ഇത് കുംഫു പ്രോയാ. കരാട്ടെ അറിയാവുന്ന കാക്ക. നല്ല HP ഉണ്ട്, നല്ല വിഷയം അടിയും കേട്ടാ. ബോസ് ആവാൻ സാധ്യതയില്ല ഇത്. അതങ്ങനെ കൊണ്ടാ തീർന്നു. മൊബിലൈസി, ഈ പിറകൾ അടിക്കാനായിട്ട് ഇമ്മൊബിലൈസേഷൻ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇതിപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയിപ്പോയി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി എവിടെ നിന്നിരുന്ന് റെസ്റ്റ് ചെയ്ത് ലൈഫും കാര്യങ്ങളൊക്കെ കൂട്ടട്ടെ. സോ ഗൈസ്, ബൈ ദ ബൈ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന ബോസൊക്കെ എന്ത് ബോസെന്ന് കണ്ടറിയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കണ്ട. ഇപ്പം വന്ന ആൾക്കാരുടെയൊക്കെ ശക്തി കൂടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അങ്ങോട്ട് ഗെയിം പ്ലേ എന്താ പറയുക, കളി ഒന്നുകൂടി ഹരം പിടിക്കാൻ പോണതേ ഉള്ളൂ. ഇപ്പോൾ ആംബിയൻസ് എൻജോയിങ്, ആ ഒരു എക്സ്പ്ലോറേഷനൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുടെ ഹൈപ്പ് ചെയ്യുക. അപ്പം സീ യു.